ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് ആണ്. തിയറം 4.3 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. നമുക്കറിയാം, ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ? ആ ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് ഉപയോഗിച്ച് ആ ഗ്രൂപ്പിനെ തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ഇനി ഈ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് എടുക്കുന്നു. ആ സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ ആ സബ് ഗ്രൂപ്പും എന്ത് തന്നെയായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അതായത് ഈ സബ് ഗ്രൂപ്പിനകത്തുള്ള ഏതെങ്കിലും എലമെൻ്റ് ഉപയോഗിച്ച് ആ സബ് ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സബ് ഗ്രൂപ്പ് എന്തായിട്ട് മാറും? സൈക്ലിക്കായിട്ട് മാറും. അപ്പോൾ ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിന് ഒരു ജനറേറ്റർ ഉണ്ടായിരിക്കും. ഇനി അപ്പോൾ ഒരു സൈക്ലിക് ഗ്രൂപ്പ് കിട്ടി. ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് കണ്ടെത്തി. തീർച്ചയായിട്ടും ആ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പിനെയും ആ സബ് ഗ്രൂപ്പിനകത്തുള്ള ഏതെങ്കിലും എലമെൻ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ സബ് ഗ്രൂപ്പും എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അതാ പറഞ്ഞിരിക്കുന്നത് എവരി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. അപ്പോൾ അത് കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുകയാണ്. Moreover, if order of cyclic A is equal to n, then the order of any subgroup of cyclic A is a divisor of n. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണെങ്കിൽ ഈ പറയുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എപ്പോഴും ആരുടെ ഡിവൈസറായിരിക്കും? എന്നിൻ്റെ ഡിവൈസറായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് കിട്ടി. തീർച്ചയായിട്ടും ആ സൈക്ലിക് ഗ്രൂപ്പിന് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ സൈക്ലിക് സബ് ഗ്രൂപ്പ്സ് കണ്ടെത്തിയാലോ? ഈ സൈക്ലിക് സബ് ഗ്രൂപ്പുകളുടെ ഓർഡർ ആരുടെ ഡിവൈസേഴ്സ് ആയിരിക്കും? ഈ പറയുന്ന എന്നിൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതെന്താണ് പറഞ്ഞത് നോക്കാം. ഫോർ ഈച്ച് പോസിറ്റീവ് ഡിവൈസർ k ഓഫ് n, ദ ഗ്രൂപ്പ് സൈക്ലിക് എ ഹാസ് എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ k, നെയിംലി സൈക്ലിക് എ റൈസ് ടു n ബൈ k. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് n എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഇപ്പോൾ എന്നിൻ്റെ പ്രത്യേകത എന്താ? n ആണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറാണ് n. നമ്മൾ ചെയ്യുന്നത് ഈ എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസസ് കണ്ടെത്തി. പോസിറ്റീവ് ഡിവൈസസ് എന്ന് ചെയ്യുന്നത് എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ 6 ആണെങ്കിൽ 6ൻ്റെ പോസിറ്റീവ് ഡിവൈസസ് ആരൊക്കെയായിരിക്കും? 1, 2, 3, 6. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രൂപ്പിൻ്റെ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഡിവൈസസ് കണ്ടെത്താം. ഈ പോസിറ്റീവ് ഡിവൈസസിനെയാണ് ഞാൻ k എന്നുള്ള പേരിൽ വിളിക്കുന്നത്. പ്രത്യേകത ഇതാണ്, ഗ്രൂപ്പിന് ഓർഡർ k വരുന്ന ഒരേ ഒരു സബ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. ഗ്രൂപ്പിന് ഒരേ ഒരു സബ് ഗ്രൂപ്പ് മാത്രം ഓർഡർ k വരുന്ന. അതായത് ഇപ്പം നമ്മളെടുക്കുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ 6 ആണെന്നിരിക്കുക. അപ്പോൾ 6 ഡിവൈസസ് 1, 2, 3, 6 ആണ്. അപ്പോൾ ഇനി ഓർഡർ 1 ഉള്ള ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പ് കാണും. അതേപോലെ തന്നെ ഓർഡർ 2 ഉള്ള ഒരേ ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പ് മാത്രമേ കാണുകയുള്ളൂ. ഓർഡർ 3 ഉള്ള ഒരേ ഒരു സബ് ഗ്രൂപ്പ് മാത്രമേ കാണുകയുള്ളൂ. ഓർഡർ 6 ഉള്ള ഒരേ ഒരു സബ് ഗ്രൂപ്പ് മാത്രമേ കാണുകയുള്ളൂ. അതായത് 6ൻ്റെ ഓരോ ഡിവൈസേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സബ് ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഡിവൈസറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു സബ് ഗ്രൂപ്പേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു ഡിവൈസറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിലധികം സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല. ഇനി ആ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ ആ സബ് ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഫോർമുലയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതായിരിക്കും എ റൈസ് ടു n ബൈ k ജനറേറ്റ് ആയിട്ട് വരുന്ന സബ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത് പ്രൂവ് ചെയ്യേണ്ടത്, ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുന്നു. തീർച്ചയായിട്ടും അതിനൊരു ജനറേറ്റർ ഉണ്ടാവും. ആ ജനറേറ്ററിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൈക്ലിക് ഗ്രൂപ്പ് അതിൻ്റെ ഓർഡർ n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതും സൈക്ലിക് ആയിരിക്കും. അതാണ് പറഞ്ഞത്. അടുത്തത് സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണ് എങ്കിൽ ആ എന്നിൻ്റെ
ഏതൊരു സബ് ഗ്രൂപ്പ്സ് എടുത്താലും അതിൻ്റെ ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യും, എന്നിനെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്നിൻ്റെ ഏത് പോസിറ്റീവ് ഡിവൈസർ എടുത്തു കഴിഞ്ഞാലും ആ ഡിവൈസേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിന് സബ് ഗ്രൂപ്പ്സ് ഉണ്ടാകും. ആ സബ് ഗ്രൂപ്പ്സിൻ്റെ ജനറേറ്റേഴ്സ് കാണുന്ന ഫോമുലയാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് a⁻n/k. ഇപ്പോൾ കെയ്ക്ക് ഓരോ വാല്യൂ നമുക്ക് എന്നിൻ്റെ വാല്യൂ അറിയാം. കെ എന്ന് പറയുന്നത് എന്നിൻ്റെ ഡിവൈസേഴ്സ് ആണ്. അപ്പോൾ n/k നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ പറയുന്ന സബ് ഗ്രൂപ്പ്സിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നിനും കെയ്ക്കും വാല്യൂ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഓരോരോ സബ് ഗ്രൂപ്പ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് എന്നറിയപ്പെടുന്നത്. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് എടുക്കുന്നു. ആ സബ് ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതായത് ആ സബ് ഗ്രൂപ്പിനെയും അതിനകത്തെ തന്നെയുള്ള ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ആക്ച്വലി ലെങ്തി പാർട്ട്. സെക്കൻഡും തേർഡും പാർട്ടും വളരെ ചെറിയ പാർട്ടുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുന്നു. ഇപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ജനറേറ്റർ ഉണ്ടാകും. ആ ജനറേറ്ററിനെ എ എന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതി? ലെറ്റ് G is equal to cyclic A be a cyclic group with generator A. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിന് സബ് ഗ്രൂപ്പ്സ് ഉണ്ടാകും. ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ആർബിട്രറി സബ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എനി സബ് ഗ്രൂപ്പ് ഓഫ് G. ഒരു ആർബിട്രറി സബ് ഗ്രൂപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ സബ് ഗ്രൂപ്പിന് ഞാൻ H എന്ന പേര് കൊടുത്തു. അപ്പോൾ ലെറ്റ് H ബി എ സബ് ഗ്രൂപ്പ് ഓഫ് G. ഇനി G സൈക്ലിക് ആണ്, ജനറേറ്റർ എ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താ? ജിക്കകത്തുള്ള എല്ലാ എലമെൻസും എയുടെ പവേഴ്സ് ആയിരിക്കും. അപ്പോൾ എയുടെ പവേഴ്സ് എന്ന് പറയുമ്പോൾ എയുടെ എല്ലാ പവേഴ്സും വരും. അതായത് പോസിറ്റീവ് പവേഴ്സ്, നെഗറ്റീവ് പവേഴ്സ് ഇൻക്ലൂഡിങ് 0. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ജിയെ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി എയുടെ പവേഴ്സ് എല്ലാം ചേർത്ത് a⁻0, a⁻1, a², a³ അങ്ങനെ പോകുന്നു. നെഗറ്റീവ് പവേഴ്സ് വരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ G എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈ ഗ്രൂപ്പിൽ ഉണ്ടാകണമെന്നില്ല. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ ഈക്വൽ ആയിട്ട് വരാം, അല്ലേ? അതാണ് a⁻i is equal to a⁻j എന്നുള്ള കേസ് വരാം എന്ന് പറഞ്ഞു. ഇൻഫിനിറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെയല്ല. ഇൻഫിനിറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇതെല്ലാം തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഗ്രൂപ്പിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഡിഫറൻ്റ് ആയിരിക്കും. ഫൈനൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ രണ്ടെണ്ണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വരുന്ന എലമെൻറ്റ്സ് ഈക്വൽ എലമെൻറ്റ്സ് അവിടെ ഉണ്ടാകാം. അപ്പോൾ ഞാൻ G എന്നുള്ളതിനെ എങ്ങനെ എഴുതി? ജിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന പോലെ ജിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോം കൊടുത്തു. അതാണ് എഴുതിയിരിക്കുന്നത് G is equal to set a⁻t such that t element of z. So t can be any integer. ഈ രീതിയിൽ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് H ഒരു ആർബിട്രറി സബ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. ആർബിട്രറി സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ആ സബ് ഗ്രൂപ്പിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഐഡൻറ്റിറ്റി മാത്രം ഉള്ള സബ് ഗ്രൂപ്പ്, മറ്റൊന്ന് ഐഡൻറ്റിറ്റി അല്ലാതെ മറ്റ് എലമെൻറ്റുകളുള്ള സബ് ഗ്രൂപ്പ്. ഇത്തരത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നമുക്കറിയാമല്ലോ, ഇൻറ്റിജറിനെ എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ് ഇൻറ്റിജർ, 0 എന്ന് പറയുന്നത് പോലെ ഒരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സബ് ഗ്രൂപ്പിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഐഡൻറ്റിറ്റി മാത്രമുള്ള സബ് ഗ്രൂപ്പ്, മറ്റൊന്ന് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ്. നമുക്ക് ആദ്യം തന്നെ കൺസിഡർ ചെയ്യുന്ന കേസ് അട്രിബ്യൂവൽ കേസ് കൺസിഡർ ചെയ്യാം. അതായത് H എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിനകത്ത് ആര് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം? ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഐഡൻറ്റിറ്റി മാത്രമുള്ള ഗ്രൂപ്പ് H എന്നെടുത്തു. H is equal to set E എന്നെടുത്തു. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സബ് ഗ്രൂപ്പിനെ സൈക്ലിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സൈക്ലിക് ആകണമെങ്കിൽ ഇതിനകത്തുള്ള എലമെൻറ്റ് ഉപയോഗിച്ച് ഈ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. നമുക്കറിയാം ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? സബ് ഗ്രൂപ്പിനകത്ത് E മാത്രമേ ഉള്ളൂ. e⁻1 കാണുമ്പോൾ തന്നെ കിട്ടുന്നത് E ആണ്. അതായത് ഈ ഗ്രൂപ്പിനകത്ത് ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ. ആ എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഈ കിട്ടുന്ന H സൈക്ലിക് ആണ് വിത്ത് ജനറേറ്റർ E. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് H is equal to cyclic. ദാറ്റ് ഈസ് H is cyclic. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്താ? വ്യത്യാസം മനസ്സിലാക്കണം. H is equal to set E എന്ന് എഴുതി. അപ്പോൾ അത് സബ് ഗ്രൂപ്പിൻ്റെ നൊട്ടേഷനാണ്. അവസാനം ആ എച്ചിനെ എങ്ങനെ എഴുതി? സൈക്ലിക് നൊട്ടേഷനിലേക്ക് മാറ്റി. അതാണ് H is equal to cyclic E എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ
തുടക്കത്തിൽ സബ് ഗ്രൂപ്പ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് റീസണിങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി? സൈക്ലിക് സബ് ഗ്രൂപ്പായിട്ട് മാറി. നമുക്ക് ഈ ആർഗ്യുമെൻ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് എച്ച് നോട്ട് ഈക്വൽ ടു സെറ്റ് ഇ എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എച്ച് സബ് ഗ്രൂപ്പാണ്, അതിനകത്ത് ആര് മാത്രമല്ല, ഐഡൻറ്റിറ്റി മാത്രമല്ല. അതാ ഇഫ് എച്ച് നോട്ട് ഈക്വൽ ടു ഇ. അപ്പോൾ തീർച്ചയായിട്ടും ജിയുടെ ഭാഗമാണ് എച്ച്. ജിയിലുള്ള എല്ലാ എലമെൻസും എയുടെ പവേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും എച്ചിനകത്തുള്ള എലമെൻസും എയുടെ പവേഴ്സ് ആയിരിക്കും. അപ്പോൾ എയുടെ കുറേ പവേഴ്സ് അടങ്ങുന്ന സെറ്റിനെയാണ് നമ്മൾ എച്ച് എന്ന് വിളിക്കുന്നത് എന്നറിയാം. അപ്പോൾ നമുക്കെങ്ങനെ പറയാം? ക്ലിയർലി എ റൈസ് ടു ടി എലമെൻറ്റ് ഓഫ് എച്ച് ഫോർ സം ടി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ തീർച്ചയായിട്ടും എ ജനറേറ്റർ ആയതുകൊണ്ട് എച്ചിനകത്ത് ആരുണ്ടാവും? എ റൈസ് ടു ടി ഉണ്ടാകും. ആ ടി എന്നുള്ളത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് പവർ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ അത് എ സ്ക്വയർ ആകാം ചിലപ്പോൾ ഉണ്ടാകുന്നത്, എ റൈസ് ടു 10 ആകാം, എ റൈസ് ടു 100 ആകാം, നമുക്കറിയില്ല. എന്തായാലും ഒരു പോസിറ്റീവ് പവർ വരത്തക്ക രീതിയിൽ ഒരു എ റൈസ് ടു ടി ഇവിടെ ഉണ്ടാകാം, എച്ചിനകത്ത് ഉണ്ടാകും. ഇനിയും ആക്ച്വലി എച്ചിനകത്ത് ഒരെലമെൻ്റ് അല്ല, ഒന്നിലധികം എലമെൻറ്റ്സ് ഉണ്ടാകാം, ഒന്നിലധികം പോസിറ്റീവ് പവേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എച്ചിനകത്തുള്ള ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് പവർ കണ്ടെത്തി അതാണ് ചെയ്യുന്നത്. ആർഗ്യുമെൻറ്റ്, പ്രൂഫിൻ്റെ ആർഗ്യുമെൻ്റാണ് ഇത്. നമ്മൾ ഓർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൂഫിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ ആർഗ്യുമെൻറ്റ് എഴുതി തന്നെ പഠിക്കും. ഇപ്പോൾ നോക്കാം. ലെറ്റ് എം ബി ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ റൈസ് ടു എം എലമെൻറ്റ് ഓഫ് എച്ച്. അപ്പോൾ എച്ചിനകത്ത് എ റൈസ് ടു ടി ഉണ്ട്. അപ്പോൾ ഇനിയും എലമെൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എ റൈസ് ടു ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എ സ്ക്വയർ, എ ക്യൂബ്, എ റൈസ് ടു 4 ഒക്കെ ഉണ്ടാകാം അതിനകത്ത്, അല്ലേ? ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് പവർ എടുക്കുന്നു. അപ്പോൾ അതായത് എ സ്ക്വയർ, എ ക്യൂബ്, എ റൈസ് ടു 4 ഇത് മൂന്നുമാണ് എച്ചിനകത്തുണ്ടെങ്കിൽ നമ്മൾ ആരെ എടുക്കും? എ സ്ക്വയർ എടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്മോളസ്റ്റ് പോസിറ്റീവ് പവർ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ എ റൈസ് ടു എം എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് എടുത്തു. തീർച്ചയായിട്ടും ഈ എ റൈസ് ടു എം ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എലമെൻ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്ത് ചെയ്താൽ മതി? ആ എലമെൻറ്റിനെ വീണ്ടും വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുക. എവിടെ, എപ്പോൾ വരെ? ഐഡൻറ്റിറ്റി കിട്ടുന്നതും വരെ. ഇങ്ങനെയാണ് നമ്മൾ സബ് ഗ്രൂപ്പുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ എ റൈസ് ടു എം എച്ചിനകത്തുണ്ടെന്ന് കിട്ടി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? എ റൈസ് ടു എം എടുക്കുന്നു, എ റൈസ് ടു എം ദ ഹോൾ സ്ക്വയർ, എ റൈസ് ടു എം ദ ഹോൾ ക്യൂബ്, അങ്ങനെ എവിടെ വെച്ച് ഐഡൻറ്റിറ്റി കിട്ടുന്നു അവിടെ കൊണ്ട് നിർത്തുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റ്സിനെ എല്ലാം കൂടെ എനിക്ക് എവിടെ ചേർക്കാം? സൈക്ലിക് എ റൈസ് ടു എമ്മിൽ ചേർക്കാം. അപ്പോൾ സൈക്ലിക് എ റൈസ് ടു എമ്മിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും എ റൈസ് ടു എമ്മിൻ്റെ പവേഴ്സ് ആയിരിക്കും. അപ്പോൾ എ റൈസ് ടു എം എലമെൻറ്റ് ഓഫ് എച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? സൈക്ലിക് എ റൈസ് ടു എം കാണാൻ സാധിക്കും. ഈ സൈക്ലിക് എ റൈസ് ടു എമ്മിലെ എല്ലാ മെമ്പേഴ്സും എവിടെ തന്നെ ഉള്ളതാണ്? എച്ചിനകത്ത് തന്നെ ഉള്ളതാണ്. അതാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം സൈക്ലിക് എ റൈസ് ടു എമ്മിലെ എല്ലാ മെമ്പേഴ്സും എച്ചിലുണ്ട്. അതല്ലെങ്കിൽ എന്ന് പറയാം സൈക്ലിക് എ റൈസ് ടു എം ഇസ് എ സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പറയാം. അപ്പോൾ ഞാൻ അതിനെ 1 എന്ന നമ്പർ കൊടുത്തു. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താ പ്രൂവ് ചെയ്യുന്നത്? തിരിച്ചിട്ട് പ്രൂവ് ചെയ്യണം. അതായത് എച്ച് സബ്സെറ്റ് ഓഫ് സൈക്ലിക് എ റൈസ് ടു എം എന്നൂടെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് സെറ്റുകൾ ഈക്വൽ ആകണം. ഉള്ള കണ്ടീഷൻ എന്താ? എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? എ ഈക്വൽ ടു ബി എന്നുള്ള കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. ആ ഒരു ആർഗ്യുമെൻ്റാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ടു പ്രൂവ് ദാറ്റ് എച്ച് സബ്സെറ്റ് ഓഫ് സൈക്ലിക് എ റൈസ് ടു എം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എച്ചിനകത്തുള്ള ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്യും. അപ്പോൾ ലെറ്റ് ബി എലമെൻറ്റ് ഓഫ് എച്ച് ബി ആർബിട്രറി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബിയെ എങ്ങനെ എഴുതാം? എയുടെ ഒരു പവറായിട്ട് എഴുതാം. കാര്യം ജിക്കകത്തുള്ള ഏത് എലമെൻറ്റിനെയും എയുടെ പവറായിട്ട് എഴുതാം. അപ്പോൾ തീർച്ചയായിട്ടും ജിയുടെ ഭാഗമാണ് എച്ച്. ആ എച്ചിനകത്തുള്ള ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ബിയെ എനിക്ക് എയുടെ പവറായിട്ട് എഴുതാം. അതാണ് ബി ഈസ് ഈക്വൽ ടു എ റൈസ് ടു കെ ഫോർ സം കെ. അപ്പോൾ ഇവിടെ നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടെത്തി. ഒന്ന് എം, മറ്റൊന്ന് കെ. എങ്ങനെയെങ്കിലും നമുക്കിതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ് ഡിവിഷൻ തിയറം. അപ്പോൾ ഞാൻ കെ എമ്മിനെയും ഡിവിഷൻ തിയറം ഉപയോഗിച്ചൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ വാട്ട് ഈസ് കെ? കെ ഈസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ, വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. നൗ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? നമുക്ക് എ റൈസ് ടു കെ കണ്ടു നോക്കാം. വാട്ട് ഈസ് എ റൈസ് ടു കെ? എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ക്യൂ പ്ലസ് ആർ.
ഈക്വൽ ടു എ റൈസ് ടു എം ക്യൂ ഇൻറ്റു എ റൈസ് ടു ആർ ഈക്വൽ ടു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂ ഇൻറ്റു എ റൈസ് ടു ആർ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഈക്വേഷൻ്റെ രണ്ട് സൈഡിലും എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ ഇൻറ്റു എ റൈസ് ടു കെ, റൈറ്റ് സൈഡിലും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂവും എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂവും കൂടെ ക്യാൻസലായി പോയിട്ട് ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. അപ്പം അവിടെ എ റൈസ് ടു ആർ എന്ന് വന്നു. ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ ഇൻറ്റു എ റൈസ് ടു കെ ഈക്വൽ ടു എ റൈസ് ടു ആർ എന്ന് വന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എ റൈസ് ടു കെ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റാണ്? എച്ചിലെ എലമെൻ്റാണ്. ഇനി എ റൈസ് ടു എമ്മും എച്ചിലെ എലമെൻ്റാണ്. അപ്പം തീർച്ചയായിട്ടും എ റൈസ് ടു കെ ഇൻറ്റു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ കണ്ടു കഴിഞ്ഞാൽ അത് എവിടുത്തെ എലമെൻ്റാകും? എച്ചിലെ എലമെൻ്റായിട്ട് മാറും. കാരണം എച്ചിൻ്റെ ഒരു പ്രോപ്പർട്ടി അതാണ്. എച്ചിനകത്തുള്ള രണ്ട് എലമെൻറ്റുകളുടെ പ്രോഡക്റ്റ് എടുത്താൽ വീണ്ടും എച്ചിലെ എലമെൻ്റ് തന്നെയായിരിക്കും. അപ്പോൾ എ റൈസ് ടു കെ എച്ചിലെ എലമെൻ്റാണ്, എ റൈസ് ടു എം എച്ചിലെ എലമെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എ റൈസ് ടു എമ്മിൻ്റെ റൈസ് ടു മൈനസ് കെ കാണുന്നുണ്ട്, അത് തീർച്ചയായിട്ടും എച്ചിലായിരിക്കും. കാരണം എ റൈസ് ടു എമ്മിൻ്റെ ഏത് പവർ കണ്ടാലും വീണ്ടും എച്ചിലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ എ റൈസ് ടു ആർ എവിടുത്തെ എലമെൻ്റാണ്? എച്ചിലെ എലമെൻ്റാണ്. അതിൻ്റെ റീസണാണ് എ റൈസ് ടു എം ആൻഡ് എ റൈസ് ടു കെ ആർ ഇൻ എച്ച്. ഇനി നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ആർഗ്യുമെൻ്റ് നോക്കുക. നമ്മളെടുത്ത ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? എച്ചിനകത്ത് വരുന്ന സ്മോളസ്റ്റ് പവറാണ്, സ്മോളസ്റ്റ് പോസിറ്റീവ് പവറാണ് എം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഈ ആറിൻ്റെ പ്രത്യേകത എന്ന് നോക്കി, ആറ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം എന്നാണ്. അപ്പോൾ ആറ് പോസിറ്റീവ് ഇൻറ്റിജറാണ്. ആറ് ആരെക്കാൾ ചെറുതാണ്? എമ്മിനേക്കാൾ ചെറുതാണ്. അപ്പോൾ എമ്മിനേക്കാൾ ചെറുതായിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആകാം. കൂട്ടത്തിൽ ആറിൻ്റെ സ്ഥാനത്ത് 0യും വരാം. അപ്പോൾ എന്തായാലും എമ്മിനേക്കാൾ ചെറുതാണ് ആറ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എ റൈസ് ടു ആർ എലമെൻ്റ് ഓഫ് എച്ച് എന്ന് കിട്ടും. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണ്? ഏറ്റവും ലീസ്റ്റ് എയുടെ എച്ചിനകത്തുള്ള ലീസ്റ്റ് നമ്പറാണ് എം എന്ന് എടുത്തിട്ടുണ്ട്, ലീസ്റ്റ് പവറാണ് എം എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ എ റൈസ് ടു ആർ എച്ചിൽ വന്നു. പക്ഷേ ആർ എന്ന് പറയുന്നത് ലീസ്റ്റ് ആയിട്ടുള്ള എമ്മിനേക്കാൾ കുറവാണ് ആർ. അത് പോസിബിൾ അല്ല, അല്ലേ? ഏറ്റവും ചെറുതാണ് എം, അപ്പോൾ അതിനേക്കാൾ ചെറിയൊരു ഇൻറ്റിജർ ആറാകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആറിൻ്റെ ഒരേ ഒരു പ്രത്യേകതയുള്ളൂ, ആർ എന്നുള്ളത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അല്ലാതെ വേറെ ഒരു പോസിറ്റീവ് ഇൻറ്റിജറും നമുക്ക് അവിടെ വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആറിന് ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ആർ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് എം ഇസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് a raised to m element of h and a raised to r element of h. അപ്പോൾ ആറിൻ്റെ പ്രത്യേകത എന്താ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. അപ്പോൾ പിന്നെ ഒരേ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, ആറ് എന്തായേ പറ്റുള്ളൂ? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആകാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. കാര്യം ഏറ്റവും സ്മോളസ്റ്റ് എണ്ണമാണ്. സോ വാട്ട് ഇസ് ഓൺലി പോസിബിലിറ്റി? ആർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നു കെ ഇസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ എന്ന് എഴുതി. ആ ആർ എന്നുള്ളത് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. സോ വാട്ട് ഇസ് കെ നൗ? കെ ഇസ് ഈക്വൽ ടു എം ക്യൂ. ഇനിയും നമുക്ക് നേരത്തെയുള്ള ബിയിലേക്ക് വരാം. നമ്മൾ തുടക്കത്തിൽ സെക്കൻഡ് പാർട്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആർബിട്രറി എലമെൻ്റായിട്ട് ബി എടുത്തിരുന്നു. ആ ബിയെ ഞാൻ എ റൈസ് ടു കെ എന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ കെ എന്നുള്ളത് എന്തായിട്ട് മാറി? എം ക്യൂ ആയിട്ട് മാറി. നേരത്തെ കെ എന്നുള്ളതിനെ കെ എമ്മുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിവിഷൻ തിയറം അനുസരിച്ച് ഒരു റിമൈൻഡർ ഉണ്ടായിരുന്നു. പക്ഷേ ആ റിമൈൻഡർ എന്നുള്ളത് ഇപ്പോൾ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കെയുടെ സ്ഥാനത്തേക്ക് എം ക്യൂവിനെ ചേർക്കാം. സോ വാട്ട് ഈസ് ബി? ബി ഈക്വൽ ടു എ റൈസ് ടു കെ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം ക്യൂ. ആൻഡ് എ റൈസ് ടു എം ക്യൂ മീൻസ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂ. അപ്പോൾ ബി എന്നുള്ളത് ആരുടെ പവറാണ്? എ റൈസ് ടു എമ്മിൻ്റെ ഒരു പവറായിട്ട് എഴുതി. ഇനി എ റൈസ് ടു എമ്മിൻ്റെ എല്ലാ പവേഴ്സും അടങ്ങുന്ന സെറ്റിനെയാണ് നമ്മൾ സൈക്ലിക് എ റൈസ് ടു എം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൈക്ലിക് എ റൈസ് ടു എമ്മിലെ മെമ്പേഴ്സ് എല്ലാം എ റൈസ് ടു എമ്മിൻ്റെ പവറായിരിക്കും. അപ്പോൾ എ റൈസ് ടു എമ്മിൻ്റെ ഒരു പവറാണല്ലോ ഇപ്പോൾ ബി എ. അപ്പോൾ തീർച്ചയായിട്ടും ആ ബി എ ഇവിടുത്തെ മെമ്പറാവും? സൈക്ലിക് എ റൈസ് ടു എമ്മിലെ മെമ്പറാവും.
അപ്പോൾ നമ്മൾ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ലെറ്റ് ബി എലമെൻറ്റ് ഓഫ് എച്ച് ബി ആർബിട്രറി എന്ന് തുടങ്ങി. ഇപ്പോൾ ആ ബി എവിടുത്തെ എലമെൻ്റായിട്ട് മാറി? സൈക്ലിക് എറേസ് ടു എമ്മിലെ എലമെൻ്റായിട്ട് മാറി. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ബി എലമെൻറ്റ് ഓഫ് എച്ച് ആയിരുന്നു, ഇപ്പോൾ ബി എലമെൻറ്റ് ഓഫ് സൈക്ലിക് എറേസ് ടു എം ആയി. സോ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? എച്ച് സബ്സെറ്റ് ഓഫ് സൈക്ലിക് എറേസ് ടു എം. അല്ലേ? അത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ്. രണ്ട് സെറ്റുകൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗം എന്താ? എയ്ക്കകത്തുള്ള എല്ലാ എലമെൻറ്റും ബിക്കകത്തുണ്ടായിരിക്കണം. എയ്ക്കകത്തുള്ള എലമെൻറ്റ്സിനെ ഞാൻ വിളിക്കുന്നത് എക്സ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ആ എക്സ് എവിടെയും ഉണ്ടായിരിക്കണം, ബിയിലും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. അപ്പോൾ എയിലുള്ള എല്ലാവരും ബിയിലുണ്ട് എന്നുള്ളതിനെ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെ എഴുതുന്നത്? എയിലുള്ള ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു, ആർബിട്രറി എലമെൻറ്റ് ബിയിലുണ്ടാവണം. അപ്പോൾ ആർബിട്രറി എലമെൻറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? represents any element. So any element in A is in B, which means A subset of B. അപ്പോൾ A subset of B എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയ്ക്കകത്ത് ആർബിട്രറി എലമെൻറ്റ് ബിക്കകത്ത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചാൽ മതി. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ബി എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് എടുത്തിട്ട് ഇപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു? ബി എലമെൻറ്റ് ഓഫ് സൈക്ലിക്, ഇവിടെ നമ്മൾ നോക്കുക, ബി എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് എടുത്തു, അവസാനം ബി എലമെൻറ്റ് ഓഫ് സൈക്ലിക് എ റൈസ് ടു എം എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം? നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എച്ച് സബ്സെറ്റ് ഓഫ് സൈക്ലിക് എ റൈസ് ടു എം ആയിട്ട് മാറി. എച്ച് സബ്സെറ്റ് ഓഫ് സൈക്ലിക് എ റൈസ് ടു. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ബിക്ക് പകരമാണ് ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞത്, എയ്ക്കും ബിക്കും പകരമാണ് ഒന്ന് എച്ച് എന്നും അടുത്തത് സൈക്ലിക് എ റൈസ് ടു എം എന്നും പറഞ്ഞത്. അപ്പോൾ സെയിം ആർഗ്യുമെൻ്റ് തന്നെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സെയിം ലോജിക്കൽ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എച്ച് സബ്സെറ്റ് ഓഫ് സൈക്ലിക് എ റൈസ് ടു എം എന്ന് കിട്ടി. അപ്പോൾ എച്ച് സബ്സെറ്റ് ഓഫ് സൈക്ലിക് എ റൈസ് ടു എം എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തെന്താ? ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തതിന് 1 എന്ന് കൊടുത്തു, ഇപ്പോൾ പ്രൂവ് ചെയ്തതിന് 2 എന്ന് കൊടുത്തു. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താ? എച്ച് ഇസ് ഈക്വൽ ടു സൈക്ലിക് എ റൈസ് ടു എം എന്ന് പറഞ്ഞ അർത്ഥം എച്ചിനെ എനിക്ക് എ റൈസ് ടു എം ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് എച്ച് എന്തായിട്ട് മാറി? സൈക്ലിക് സബ് ഗ്രൂപ്പായിട്ട് മാറി വിത്ത് ജനറേറ്റർ എ റൈസ് ടു എം. അപ്പോൾ തുടക്കത്തിൽ എച്ച് ഒരു സബ് ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ ആ എച്ചിനെ എനിക്ക് ഒരു എലമെൻ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്ത് പറയാം? ഈ എച്ച് എന്തായിട്ട് മാറി? സൈക്ലിക് ആയിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്: ഈ എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റ് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ള സ്റ്റെപ്സാണ് ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താണെന്നുള്ളത് നമ്മുടെ ആ തിയറത്തിലേക്ക് ഒന്നുകൂടെ വരാം. സെക്കൻഡ് പാർട്ട് ഇപ്പോൾ പ്രൂവ് ചെയ്തത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് കിട്ടിയാൽ അതിൻ്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഏത് സബ് ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ രണ്ടായിട്ടാണ് പ്രൂവ് ചെയ്തത്. ഐഡൻറ്റിറ്റി മാത്രമുള്ള സബ് ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ഐഡൻറ്റിറ്റി അല്ലാതെ വരുന്ന ഏത് സബ് ഗ്രൂപ്പും, ഐഡൻറ്റിറ്റി അല്ലാതെ വേറെ ഏത് എത്ര എലമെൻറ്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് എടുത്താലും അതെല്ലാം തന്നെ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ആ സൈക്ലിക് ഗ്രൂപ്പിന് ജനറേറ്ററിനെ നമ്മൾ കണ്ടെത്തി. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മൾ തന്നിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്നാണെന്നിരിക്കുക, സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്നാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും സൈക്ലിക് സബ് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സൈക്ലിക് സബ് ഗ്രൂപ്പ്സിൻ്റെയും ഓർഡർ കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്ന ഓർഡർ തീർച്ചയായിട്ടും നമ്മുടെ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അതാണ് സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് ഇത് നമുക്ക് നോക്കാം. നോക്കൂ, പ്രൂഫ് ഓഫ് സെക്കൻഡ് പാർട്ട്. Given that G is equal to cyclic A is a finite cyclic group of order n. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ n ആണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ സിംബലൈസ് ചെയ്യും? ഓർഡർ ഓഫ് സൈക്ലിക് എ ഇസ് ഈക്വൽ ടു n എന്ന് എഴുതും. ഇനി നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം എന്താ? വി ഹാവ് ഓൾറെഡി പ്രൂവ് ദാറ്റ് എച്ച് ഇസ് ഈക്വൽ ടു സൈക്ലിക് എ റൈസ് ടു n. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്ത കാര്യം ഇതാണ്. എച്ച് സബ് ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത് എന്താ? സൈക്ലിക് ആണ് വിത്ത് ജനറേറ്റർ റൈസ് ടു എം. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഓർഡർ ഓഫ് എച്ച് കാണാൻ സാധിക്കും. വാട്ട് ഈസ് ഓർഡർ ഓഫ് എച്ച്? ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് എ റേസ് ടു എൻ അല്ലേ. ഒരു സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും ആ സബ് ഗ്രൂപ്പിൻ്റെ ജനറേറ്ററിൻ്റെ ഓർഡറും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഓർഡർ ഓഫ് എച്ചും അതിൻ്റെ ജനറേറ്ററാണ് എ റേസ് ടു എം, അത് രണ്ടിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയാണ്. എന്താ ഫോർമുല? ഓർഡർ ഓഫ് എ റേസ് ടു കെ കാണാനായിട്ട് എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് കെ കണ്ടാൽ മതി. ആ ഫോർമുല അനുസരിച്ചിട്ട് ഇവിടെ എങ്ങനെ എഴുതാം? എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് എം ഈക്വൽ ടു എൻ ബൈ, ഇനി പ്രത്യേകത എന്താ? എൻ ഇസ് ഈക്വൽ ടു എം ക്യു ആണ്. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എൻ ഇസ് ഈക്വൽ ടു എം ക്യു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. എൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? എം ക്യു ആണ്. കാര്യം എം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ ഇസ് ഈക്വൽ ടു എം ക്യു ആണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം? ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് എം എന്ന് വന്നു. ഈക്വൽ ടു എൻ ബൈ എം. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, എൻ ഇസ് ഈക്വൽ ടു എം ക്യു ആണ്. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് എൻ ബൈ എം എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എം ഇൻറ്റു ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ആയിരിക്കും. അതായത് എം ഇൻറ്റു ഓർഡർ ഓഫ് എച്ച് എൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഓർഡർ ഓഫ് എച്ച് ആരെ ഡിവൈഡ് ചെയ്യുന്നു? എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ വാട്ട്സ് എ കൺക്ലൂഷൻ? Therefore order of h is a divisor of n. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ് ഉള്ളത്. നമുക്ക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പാണ്. ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആരെ ഡിവൈഡ് ചെയ്തു? ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്തു. ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് ആരുടെ ഡിവൈസറാണ്? എന്നിൻ്റെ ഡിവൈസറാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ ബൈ ഓർഡർ ഓഫ് എച്ച് ഈക്വൽ ടു എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് എം എന്നാണ്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ സാധിച്ചു? തീർച്ചയായിട്ടും എന്നിൻ്റെയും എമ്മിൻ്റെയും ജി സി ഡിയെ കൊണ്ട് എന്നിൻ്റെ എമ്മിൻ്റെയും ജി സി ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും? നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് ആരുടെ ഡിവൈസർ ആയിരിക്കും? ഡിവൈസർ ഓഫ് എൻ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അവിടെ നിങ്ങൾക്ക് എൻ ഇസ് ഈക്വൽ ടു എം ക്യു എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇവിടെ വെച്ച് ഞങ്ങൾ കൺക്ലൂഷനിലെത്താം. ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് എം എന്ന് എഴുതുന്നു. ഇനി ആ എൻ ബൈ എം എന്നും കൂടെ എഴുതേണ്ട കാര്യമില്ല. അവിടെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ജി സി ഡി ഓഫ് എൻ എം ഇസ് ഈക്വൽ ടു എൻ എന്ന് കൊടുക്കാം. ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ജി സി ഡി ഓഫ് എൻ എം ഇസ് ഈക്വൽ ടു എൻ എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓർഡർ ഓഫ് എച്ചും ജി സി ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഓർഡർ ഓഫ് എച്ച് ആരെ ഡിവൈഡ് ചെയ്യും? എന്നിനെ ഡിവൈഡ് ചെയ്യും. അതാണ് ഓർഡർ ഓഫ് എച്ച് ഇസ് എ ഡിവൈസർ ഓഫ് എൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങളുടെ പ്രൂഫിനകത്ത് എഴുതണമെന്നില്ല. അപ്പോൾ ഞാൻ അവിടെ അതുകൂടെ എഴുതിയതേ ഉള്ളൂ. അത് നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾ എത്രമാത്രം എഴുതിയാൽ മതി? ഓർഡർ ഓഫ് എച്ച് ഈക്വൽ ടു എൻ ബൈ ജി സി ഡി ഓഫ് എൻ എം എന്ന് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഒഴിവാക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇത് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? ജി സി ഡി ഓഫ് ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ജി സി ഡി, ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ജി സി ഡി ഓഫ് എൻ ആൻഡ് എം ഇസ് ഈക്വൽ ടു എൻ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓർഡർ ഓഫ് എച്ച് ആരുടെ ഡിവൈസറാണ്? എന്നിൻ്റെ ഡിവൈസറാണ്. ആ ഒരു ഭാഗം എത്താം. അപ്പോൾ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ഇത്രയും ഭാഗം നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോൾ ആ നോട്ടിൽ നിന്ന് ഒഴിവാക്കാം. സോ ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സെക്കൻഡ് പാർട്ടും ഈ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. നമുക്ക് അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരാം. പ്രൂഫ് ഓഫ് തേർഡ് പാർട്ട്. അപ്പോൾ തേർഡ് പാർട്ടും കുറച്ച് ലെങ്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിൻ്റെ പ്രത്യേകത എന്താ? തേർഡ് പാർട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. തേർഡ് പാർട്ടിൻ്റെ പ്രത്യേകത ഇതാണ്. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ അറിയാം, എന്നാണ്. ആ എന്നിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിനെ ഞാൻ കെ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഒരു ഡിവൈസർ എടുക്കുന്നു. ആ ഡിവൈസറിന് കറസ്പോണ്ടിങ് ആയിട്ട്
കൃത്യമായിട്ടും ഒരു സബ് ഗ്രൂപ്പിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ n എടുക്കുന്നു, എൻ്റെ ഡിവൈസർ k ആണ്. ആ k ഓർഡറായിട്ട് വരത്തക്ക രീതിയിൽ കൃത്യമായിട്ടും ഒരു സബ് ഗ്രൂപ്പേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് വരാം. പ്രൂഫ് ഓഫ് തേർഡ് പാർട്ട്. അപ്പോൾ നോക്കൂ, ആ പ്രൂഫ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഫോർ ഈച്ച് പോസിറ്റീവ് ഡിവൈസർ k of n, cyclic a raised to n by k is a unique subgroup of order k. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് n അറിയാം, n ഡിവൈസറാണ് k എന്നറിയാം. തീർച്ചയായിട്ടും എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? n by k കാണാം. അതേപോലെ a raised to n by k കാണാം. a raised to n by k ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ആ സബ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ? ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? k ആയിരിക്കും. ഇനി ഓർഡർ k വരുന്ന ഈ ഒരേ ഒരു സബ് ഗ്രൂപ്പേ കാണുകയുള്ളൂ. ഏത്? സൈക്ലിക് a raised to n by k. ഇതല്ലാതെ വേറൊരു സബ് ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർഡർ k വരുന്ന ഒരേ ഒരു സബ് ഗ്രൂപ്പേ ഉള്ളൂ. ആ സബ് ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ സബ് ഗ്രൂപ്പ് കാണാനുള്ള മാർഗ്ഗം എന്താണ്? n-നെ k കൊണ്ട് ഡിവൈഡ് ചെയ്യുക, a raised to n by k കാണുക. ആ a raised to n ജനറേറ്റ് ചെയ്യുന്ന n by k ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പോകുന്നത് എന്താ? നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല നമ്മളിവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. അതായത് ഓർഡർ ഓഫ് സൈക്ലിക് a raised to n by k കാണാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചിരുന്നു. എന്താണ് പഠിച്ചിരുന്ന ഫോർമുല? ഒരു ഓർഡർ ഓഫ് a raised to k പഠിച്ചിരുന്നു അല്ലേ? വാട്ട് ഈസ് ഓർഡർ ഓഫ് a raised to k? n by GCD of n and k. ഒരു ഫോർമുല പഠിച്ചതാണ്. ആ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ പഠിച്ചത് എന്താ? ഓർഡർ ഓഫ് a raised to k ആണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ kയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് n by k ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് നോക്കാം. എലമെൻ്റ് ആരാണ്? ഈ സബ് ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ a raised to n by k ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ദ ജനറേറ്റർ, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് a raised to n by k എന്ന് പറയുന്നതും ഈ പറയുന്ന ജനറേറ്റർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും രണ്ട് സെയിം ആയിരിക്കും. അതായത് ഓർഡർ ഓഫ് സൈക്ലിക് a raised to n by k is same as order of a raised to n by k. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഫോർമുല അനുസരിച്ച് എങ്ങനെ പറയാം? n by GCD of n and n by k and equal to n by n-ഉം n by k-യും രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ GCD എന്തായിരിക്കും? n by k ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആണ്. കാര്യം n by k എന്ന് പറയുന്നത് ആരുടെ ഡിവൈസറാണ്? n-ൻ്റെ ഡിവൈസറാണ്. n by k ഈസ് എ ഡിവൈസർ ഓഫ് n. കാരണം k n-ൻ്റെ ഡിവൈസറാണ്. k n-ൻ്റെ ഡിവൈസർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും n by k-യും n-ൻ്റെ ഡിവൈസറാവും. മാത്രമല്ല n by k എന്ന് പറയുന്നത് n-ൻ്റെയും n by k-യുടെയും GCD ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിരിക്കും. അപ്പം ഞാൻ ആ GCD-യുടെ സ്ഥാനത്തായിട്ട് n by k എന്ന് കൊടുത്തു. അപ്പം എങ്ങനെ വന്നു? n by n by k എന്ന് വന്നു. ആൻഡ് വാട്ട് ഈസ് n by n by k? n by n by k is equal to k. അപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്? a raised to n by k ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എത്രയാണെന്ന് പ്രൂവ് ചെയ്തു? k ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്താൽ മതി. എന്താ? അപ്പോൾ ആദ്യം തന്നെ we have to prove that for each positive divisor cyclic a raised to n by k is a unique subgroup of order k. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് എന്താ? a raised to n by k എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഞാൻ k ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ? ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ k. അപ്പോൾ ഈ a raised to n by k ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ k ആണെന്ന് കിട്ടി. ഇനി ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യണം. ഇതല്ലാതെ വേറെ സബ് ഗ്രൂപ്പ് ഇല്ല. അതായത് ഈ സബ് ഗ്രൂപ്പ് യുണീക്ക് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്താൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആകും. അതായത് ടു പ്രൂവ് യുണീക്ക്നെസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? k ഓർഡറുള്ള വേറെ ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അവസാനം നമ്മൾ ഒരു എന്തെടുക്കും? ഒരു കോൺട്രഡിക്ഷനിലേക്ക് നമ്മൾ എത്തും. ഇതാണ് നമ്മുടെ ഒരു പ്രൂഫിൻ്റെ ആർഗ്യുമെൻ്റ് പോകുന്നത്. നമുക്ക് നോക്കാം. യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നോക്കാം. ലെറ്റ് എച്ച് ബി എനി സബ് ഗ്രൂപ്പ് ഓഫ് ജി ഓഫ് ഓർഡർ k. അപ്പോൾ ഓർഡർ k വരുന്ന ഒരു സബ് ഗ്രൂപ്പ് നമ്മൾ കണ്ടെത്തി. ഏതാണത്? സൈക്ലിക് a raised to n by k. ഇതല്ലാതെ വേറൊരു സബ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓർഡർ k വരുന്ന മറ്റൊരു സബ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അതാണ് എച്ച് ബി എനി സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ k. ഇനി
നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പറയുന്ന എച്ചിനെ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എച്ചിനെ സൈക്ലിക് എറേസ് ടു എം എന്ന് എഴുതാനായിട്ട് സാധിക്കും. കാര്യം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐഡൻറ്റിറ്റി അല്ലാതെ വരുന്ന ഏതൊരു സബ് ഗ്രൂപ്പിൻ്റെയും നമുക്ക് ജനറേറ്ററായിട്ട് എറേസ് ടു എം ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെഴുതാം? എച്ച് ഇസ് ഈക്വൽ ടു സൈക്ലിക് എറേസ് ടു എം എന്ന് എഴുതാം. ആൻഡ് വാട്ട് ഇസ് റിലേഷൻ ബിറ്റ്വീൻ എൻ ആൻഡ് എം? എൻ ഇസ് ഈക്വൽ ടു എം ക്യൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഡർ ഓഫ് എച്ച് എന്നുള്ളതിന് എനിക്ക് എത്ര എന്ന് എഴുതാം? ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ബൈ എം എന്ന് എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു സൈക്ലിക് എറേസ് ടു എം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എൻ ബൈ എം ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ബൈ എം എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ബൈ എം എന്നുള്ളത് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ആ റിസൾട്ട് നമ്മളിവിടെ ഇങ്ങോട്ട് കോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എൻ ബൈ എം എന്നറിയാം. അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് എച്ച് ഞാൻ എടുത്തിരിക്കുന്നത് എന്താ? കെ എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കെ ഈക്വൽ ടു എൻ ബൈ എം എന്ന് വരുന്നു. ഓർ എം ഇസ് ഈക്വൽ ടു എൻ ബൈ കെ. എം ഇസ് ഈക്വൽ ടു എൻ ബൈ കെ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താ? എച്ച് ആണ് ഒരു ഓർഡർ കെ വരുന്ന മറ്റൊരു സബ് ഗ്രൂപ്പാണ് എച്ച് എന്നെടുത്തു. അപ്പോൾ അതിൻ്റെ ജനറേറ്ററാണ് എറേസ് ടു എം എന്നെടുത്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആ എമ്മിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? എൻ ബൈ കെ ആയിട്ട് മാറും. അതായത് എച്ച് ഇസ് ഈക്വൽ ടു സൈക്ലിക് എറേസ് ടു എം എന്ന് എഴുതി ആ എമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ ബൈ കെ എന്ന് കൊടുത്തു. അതായത് എച്ച് എന്തായിട്ട് മാറി? സൈക്ലിക് എറേസ് ടു എൻ ബൈ കെ ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓൾറെഡി സൈക്ലിക് എറേസ് ടു എൻ ബൈ കെ സബ് ഗ്രൂപ്പ് ആയിരുന്നു. നമ്മൾ അന്വേഷിച്ചത് എന്താ? എൻ ബൈ കെ അല്ലാതെ വേറൊരു നമ്പർ ഉണ്ട് എന്ന് എടുക്കുക. ആ നമ്പറിനെ ഞാൻ എം എന്നെടുത്തു. പക്ഷേ എം എന്നൊക്കെ എടുത്ത് ചെയ്തു വന്നപ്പോൾ അവസാനം എന്ത് മനസ്സിലായി? ആ എം എന്ന് പറയുന്നത് വീണ്ടും ആര് തന്നെയാകും? എൻ ബൈ കെ തന്നെയാകും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എൻ ബൈ കെ അല്ലാതെ വേറെ ഏത് പവർ മുകളിൽ വന്നാലും കാര്യമില്ല. അപ്പോൾ ഓർഡർ കെ വരത്തക്ക രീതിയിൽ ഓർഡർ കെ ആകണമെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഏത് പവർ എടുത്താലും ആ പവർ എന്തായിട്ട് മാറിക്കൊള്ളും? എൻ ബൈ കെ ആയിട്ട് മാറിക്കൊള്ളും. അപ്പോൾ ഒരു ആർബിട്രറി പവർ എം എടുത്തു, പക്ഷെ അവസാനം ആ എം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? എൻ ബൈ കെ ആയിട്ട് മാറി. അപ്പോൾ അതിനർത്ഥം എന്താ? ഓർഡർ കെ വരുന്ന സബ് ഗ്രൂപ്പ് ആരാണ്? സൈക്ലിക് എറേസ് ടു എൻ ബൈ കെ. ഇതല്ലാതെ വേറെ ഒരാൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യുണീക്ക്നെസ് പ്രൂവ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത്യാവശ്യം ലെങ്തിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇത് 3 ആയിട്ട് പഠിക്കുക. 3 കാര്യങ്ങളായിട്ട് സെപ്പറേറ്റ് എഴുതി പഠിച്ചിട്ട് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി 3 കൂടെ ചേർത്ത് നമ്മുടെ പ്രൂഫിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ 3 ആയിട്ടാണ് പറഞ്ഞത്. ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത് നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു സൈക്ലിക് ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൻ്റെ ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ അറിയാം. ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു. അതിൻ്റെ ഡിവൈസേഴ്സ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഡിവൈസർ കെ എന്നൊരു ഡിവൈസർ ഉണ്ടെങ്കിൽ കെ ഓർഡറായിട്ട് വരത്തക്ക രീതിയിൽ എന്താണ് ഒരേ ഒരു സബ് ഗ്രൂപ്പേ ഉള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ പാർട്ട് പറഞ്ഞത്. സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞത്? ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണ് എങ്കിൽ അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ കണ്ടെത്താൻ സാധിക്കും. ആ സബ് ഗ്രൂപ്പുകളുടെ ഓർഡർ തീർച്ചയായിട്ടും ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കേട്ട ശേഷം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഇത് ബുക്കിലേക്ക് പേപ്പറിലേക്ക് എഴുതി നോക്കുക. അപ്പോൾ അങ്ങനെ എഴുതി നോക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ പഠിച്ചിരിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറന്നു പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇതിലെ ആർഗ്യുമെൻറ്റ്സ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് കേട്ട ശേഷം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമേ ഈ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ പ്രൂഫ് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.